ബാല്യം മുതൽക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം യാത്രകളാണ്. ഗ്രാമത്തിൽ ജനിച്ചുകൊണ്ടായിരിക്കാം, വൈകുന്നേരം ഈവനിങ് വാക്ക് ആണെങ്കിൽ പോലും എവിടേക്കെങ്കിലും ഒന്ന് കറങ്ങി വരും. നല്ല പ്ലസന്റ് വൈബ്രേഷൻ, സമ്യക് തരംഗങ്ങളുള്ള ധാരാളം സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എക്സിബിഷൻ ഓഡിറ്റോറിയത്തിൽ കെട്ടിയിട്ട പവലിയൻ എന്നല്ല അർത്ഥം. വളരെ മനോഹരമുള്ള സ്ഥലങ്ങൾ ഉണ്ട്. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം അനുഭവപ്പെടും. അവിടെ പോയി താമസിക്കുമ്പോൾ ഗ്രാമീണ ഭാഷ പറഞ്ഞാൽ അറുമാദിക്കലാവില്ല. കാരണം ലഹരി വസ്തുക്കളൊന്നും അവിടെ ഉപയോഗിക്കില്ല. അധികവും വെജിറ്റേറിയൻ ആയിരിക്കും. പക്ഷെ വളരെ സന്തോഷം നൽകുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. ഞാൻ മാസവും എന്ന പോലെ ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണിച്ച് കിടക്കുമ്പോൾ ആലോചിക്കുക അടുത്ത യാത്ര എങ്ങോട്ടാണ്. അങ്ങനെയാണ് കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്നുള്ള പുസ്തകങ്ങളിൽ ഇന്ത്യ മുഴുവനെ പോയി ഇനി എവിടെയാണ് നല്ല വൈബ്രേഷനുള്ള സ്ഥലം നോക്കാൻ. അതിൽ നമ്മൾ ചിലപ്പോ കയ്യെത്തുന്ന ദൂരത്ത് പെട്ടെന്ന് ഹിമാലയത്തിലൊരു താഴ്വാരത്തിലേക്ക് വീണ്ടും കോഴിക്കോട് നിന്ന് പോവുക നടക്കുന്ന കാര്യമല്ല. ഒറ്റയ്ക്ക് പോയിട്ട് ഒരു 10 ദിവസം പോയിട്ട് താമസിക്കണമെങ്കിൽ കുളു താഴ്വരയിലേക്ക് പെട്ടെന്ന് പോയാൽ നടപ്പുള്ള കാര്യമല്ല. അവിടെ താമസ സൗകര്യം, ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ട്. വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്തെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. കേരളത്തിലുള്ള സ്ഥലം ഏക്കറ കണക്കിൽ സ്ഥലം ഉണ്ട്. അവിടെ മുഴുവൻ വൃക്ഷങ്ങളാണ്. ആ ഏക്കറ കണക്കിൽ വൃക്ഷങ്ങൾ. വരുന്നവർക്ക് താമസിക്കാൻ പറ്റുന്ന ധാരാളം കോട്ടേജുകൾ. ഈ കോട്ടേജ് എന്ന വാക്കൊക്കെ നമ്മൾ പറഞ്ഞതിന് മുമ്പ് തന്നെ ആളുകൾക്ക് താമസിക്കാവുന്ന സൗകര്യമുള്ള വീടുകളോ ഹാളുകളോ എന്നൊക്കെ പറയാം അവിടെ ഉണ്ട്. കേരളത്തിൽ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്താണ്. ആ സ്ഥലത്തിന്റെ പേരാണ് കാഞ്ഞങ്ങാട്ടെ ആനന്ദാശ്രമം. കാഞ്ഞങ്ങാട് തന്നെ കുറച്ചും കൂടി അപ്പുറത്ത് നിത്യാനന്ദാശ്രമമുണ്ട്. ആനന്ദാശ്രമം അവിടെ ചെല്ലുമ്പോൾ താമസിക്കാൻ സൗകര്യം കിട്ടാറുണ്ട്. എത്രയോ വർഷമായിട്ട് ഞാൻ അവിടെ പോകും. അവിടെ ആകുമ്പോൾ കോഴിക്കോട് നിന്ന് പോകാൻ എളുപ്പമാണ്. രാവിലെ പോയാൽ ഉച്ചയാകുമ്പോഴേക്ക് എത്തും. ചെന്ന ഉടനെ അവിടുത്തെ സ്വാമി പണ്ടേ മുതൽക്കുള്ള ആചാരമാണ്, വരുന്നവർക്ക് മുഴുവൻ ആഹാരം കൊടുക്കും. ഊണ് കഴിച്ചോ എന്നായിരിക്കും ആദ്യത്തെ ചോദ്യം. ഊണ് കഴിച്ച് ആഹാരം കഴിച്ചു വരൂ എന്നാണ് ആദ്യം പറയും. ചില കഥകളുടെ ബീജം മനസ്സിൽ കിടന്നിട്ട് അതങ്ങോട്ട് ശരിയായിട്ട് വരുന്നില്ല. എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരും. എന്താ വെച്ചാൽ എവിടെയെങ്കിലും ഒരു കരട് കുടുങ്ങിയ ആ കഥ എഴുതാനായിട്ട് പറ്റുകയില്ല. വായിക്കുന്നവർ അതിൻ്റെ പിന്നിലത്തെ ടെൻഷൻ പലപ്പോഴും അറിയാറ് ഇല്ല. ഓണപ്പതിപ്പിലേക്ക് കഥ കൊടുക്കേണ്ട സമയമാവും, പുതിയ സബ്ജക്റ്റ് കിട്ടണം. ഇങ്ങനെയൊക്കെ അവസരത്തിൽ വളരെ അകലേക്കല്ലാത്ത ഒരു യാത്ര വരുമ്പോൾ ഞാൻ പോവുക 40-50 കൊല്ലമായിട്ടുണ്ടാവും കാഞ്ഞങ്ങാട്ട് ആനന്ദാശ്രമത്തിലേക്ക്. ആനന്ദാശ്രമം എന്ന ആ ബോർഡുള്ള ഗേറ്റ് കടക്കുമ്പോൾ തന്നെ നമുക്കൊരു ശാന്തി അനുഭവപ്പെടും. ആ സ്ഥലത്തിന്റെ വൈബ്രേഷൻ അത്. പശ്ചാത്തലത്തിൽ ഒരു ഭാഗത്ത് മഞ്ഞപ്പതി കുന്ന്. ഇടയ്ക്ക് ആ കുന്നിന്റെ മുകളിലേക്കൊക്കെ പോകും. എല്ലാ തവണ പോകുമ്പോഴും കുന്നിന്റെ മുകളിലേക്ക് പോകില്ല. കയറ്റം കാരണം അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്ക് അതിൻ്റെതായുള്ള രസമുണ്ട്. ഇവിടെ താമസിച്ചാൽ ആ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ നടക്കാം.
ആശ്രമം സ്ഥാപിച്ച വ്യക്തിയൊരൊറ്റ കാര്യമാണ്, നാമജപത്തിന് മാത്രമുള്ളതാണ് ആശ്രമം. ഞാൻ ആദ്യം പോയിരുന്ന കാലത്ത് അവിടുത്തെ പ്രധാന സ്വാമി സച്ചിദാനന്ദ സ്വാമിയായിരുന്നു. അദ്ദേഹത്തെ പിന്നീടുള്ള മുക്താനന്ദ സ്വാമി വിശേഷിപ്പിച്ചതെന്നൊക്കെ ഓർമ്മയുണ്ട്. ഒരു തവണ സംഭാഷണ മധ്യേ സ്നേഹത്തിന്റെ ആൾരൂപം എന്നാണ് വിളിച്ചത്. സാന്ത്വനമല്ലാതെ സ്വാമി കൊടുക്കില്ല ഈ സച്ചിദാനന്ദ സ്വാമി. വൈകുന്നേരം അദ്ദേഹം ഒന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് ഈ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കും. അവിടുത്തെ ഹാളുകളിൽ മുഴുവൻ നാമജപം മാത്രം, രാമ രാമ എന്നുള്ള നാമം ജപിക്കലല്ലാതെ വേറെ അവിടെ ഒന്നുമില്ല. ദിവസേന പ്രഭാഷണങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഒരു തവണ ഈ പ്രത്യേക ഒരു വൈബ്രേഷനിൽ ഞാനൊരു വൃക്ഷത്തെ ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നില് കാലൊച്ച കേട്ടപ്പോ സച്ചിദാനന്ദ സ്വാമി പുഞ്ചിരിയോടുകൂടി നടന്നു വരിക, എന്റെ തോളത്ത് കൈവച്ചു. ആ അറ്റ്മോസ്ഫിയർ ഒരു ശാന്തി തരുന്നത് കൊണ്ട് പലപ്പോഴും അവിടെ ഇരുന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് കിട്ടും, ഉച്ചയാഹാരം നല്ല ആഹാരം ചൂടോടുകൂടി അവിടെ വരണവർക്ക് മുഴുവൻ കൊടുക്കും, രാത്രിയിൽ ആഹാരവും ചായയും കിട്ടും. രാമനാമം ജപിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാമം ജപിക്കാന്നാണ് പറഞ്ഞത്. അതന്നെ ജപിച്ചോളണം അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാമം ജപിച്ചോളൂ. നാമത്തിൽ നിന്നാണ് രൂപം ഉണ്ടായത്. രൂപമുണ്ടെങ്കിൽ അതിനൊരു നാമം ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങും, ഇങ്ങനെ നടക്കും. സച്ചിദാനന്ദ സ്വാമി പോയി, ഇപ്പൊ മുക്താനന്ദ സ്വാമിയാണ് ആശ്രമത്തിൽ ചാർജ്. ഞാനായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ഗുരുനാഥനാണ്. അവിടെ എത്തി അദ്ദേഹം തിരക്കിലായിരിക്കും, എങ്കിലും ചെന്നു കഴിഞ്ഞാൽ കുറേ സമയം സത്സംഗത്തിന് വിനിയോഗിക്കും. എങ്ങനെ ജീവിതത്തിൽ ശ്രദ്ധിക്കാമെന്നാണ്. അതിൽ പണ്ടേ എനിക്കിഷ്ടം അവിടെ ഒരു ഗോശാല ഉണ്ട്. ആ ഗോശാലയുടെ അടുത്ത് മുറി കിട്ടിയാൽ അവിടെയാണ് ഞാൻ അധികം താമസിക്കാറ്. ധാരാളം പശുക്കളുണ്ട്. ആ പശുക്കളെ പേര് ചൊല്ലിയാണ് വിളിക്കുക. പേര് കേൾക്കുമ്പോൾ അവരെയാണ് വിളിക്കണത് എന്നുള്ളത് പശുക്കൾക്ക് അറിയാം. ഏത് കാലത്തും ഗുണം കിട്ടുന്ന, പശുക്കളെ സംബന്ധിച്ചോളം മരണം വരെയും ഗോമൂത്രം കിട്ടും. ഗോമൂത്രം ഹർക്ക് എന്നാണ് അതിന്റെ പേര്. അത് ഔഷധമാണ്. ആ പശുക്കൾ ഭാഗ്യം ചെയ്ത പശുക്കളാണ്. ഒരു പീഡനമോ ഒന്നുമില്ലാതെ ഒരായുസ് മുഴുവൻ, ദൈവം അനുവദിച്ച് കിട്ടിയ കാലം മുഴുവൻ അവര് ജീവിക്കും. പശുക്കളുടെ അടുത്ത് പോയി നിന്നാൽ നേരം പോണത് അറിയില്ല. അതിന് കാരണം അവരുടെ ത്വക്കിന് ചില പ്രത്യേകതകളുണ്ട് പശുക്കളുടെ. ആ ത്വക്കുകൾ ഏത് അവസ്ഥയിലും ചലിപ്പിക്കാം. എല്ലാ ദേവതകളും പ്രകടനപരമായിട്ട് പശുവിന്റെ ശരീരത്തിൽ ഉണ്ട് എന്നാണ് പറയുക. വളരെ മുമ്പാണ് ഒരു തവണ പോയപ്പോൾ അവിടുന്ന് ഓടക്കുഴൽ നാദം കേട്ടു. സന്ധ്യാനേരത്തൊക്കെ അവിടെ പോയി നിൽക്കുന്നൊരു രസമാണ്. ഓടക്കുഴൽ നാദം കേട്ട് നിൽക്കുന്ന പശുക്കളാണ്. അപ്പൊ അവിടെ ആ ചാണകം വാരുന്ന സ്ത്രീയോട് ഞാൻ ചോദിച്ചു, ഈ ഓടക്കുഴൽ നാദം കേൾപ്പിക്കുന്നതുകൊണ്ട് എന്താ ഗുണം? പശുക്കൾക്ക് അത് വലിയ ഇഷ്ടമാണ്. അതില്ലെങ്കിലോ എന്ന് ചോദിച്ചു. അന്ന് പാല് പകുതിയാവുക തന്നെ. ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ പാല് കൂടുന്നു എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ആ പർവ്വതത്തിന്റെ പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുക, അവിടെ ചെല്ലുക,
സാധാരണ ആശ്രമ നിയമം അനുസരിച്ച് 3 ദിവസം ആർക്കും താമസിക്കാം, ആഹാരം കൊടുക്കും. എല്ലാത്തിലും പാല് ഒരു സുപ്രധാന ഘടകമാണ്. ചോറ് തരുന്നതിൻ്റെ കൂടെയും ഒരു ഗ്ലാസ് പാല് ഉണ്ടാകും. അത്യധികം സ്വാദിഷ്ടമായ രീതിയിലാണ് വെജിറ്റേറിയൻ ആഹാരം. അറിയാമല്ലോ, അത് ലാഭേച്ഛയോടുകൂടി ഉണ്ടാക്കുന്നതല്ല. ഈ നാമജപമല്ലാതെ വേറൊന്നും അവിടുത്തെ വൃക്ഷങ്ങൾ വരെ കേൾക്കുന്നില്ല. ഒരു തവണ ഈ നാമജപം ഏറ്റവും കേൾക്കുന്ന അവിടുത്തെ വൃക്ഷത്തിന്റെ ഒരു ഭാഗത്ത് ഏകദേശം ഹനുമാന്റെ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഞൊറി അതിന്റെ തോലുകൊണ്ട് തന്നെ ഉണ്ടായി എന്നതാണ്. കണ്ടെത്തിയപ്പോൾ അന്നത്തെ സ്വാമീജി പറഞ്ഞു, ഇതിന് നമ്മൾ പ്രചാരം കൊടുക്കരുത്, ഒരു അത്ഭുതത്തിന് നമ്മൾ വെറുതെ പ്രചരിപ്പിക്കരുത്, ഇനി ഇത് സംസാരിക്കേ വേണ്ട. അത്ഭുതങ്ങൾ പലതുണ്ട്. ഈ ഭൂമിയിൽ അത്ഭുതമല്ലാതെ ഒന്നുമില്ല. അത്ഭുതം എന്ന് കൊണ്ടൊന്നും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഒരു സമ്യക് തരംഗങ്ങളുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോകാവുന്ന ഒരു, പ്രത്യേകിച്ചും എന്നെ പോലുള്ള ഒരാൾക്ക് എഴുതാനോ ഒരു പ്രത്യേക ഗ്രന്ഥം 1000 പേജുകളിൽ വായിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. 1000 പേജുള്ള അങ്ങനെ മഹത്തായ ഒരു ഗ്രന്ഥം പഠിത്തൊന്നും കിട്ടിയിട്ടില്ല. പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. ഈയിടെ ഒരു ഗ്രന്ഥം കിട്ടി, 1000-ന്റെ പേജിന്റെ തലക്കെട്ട് കണ്ടപ്പോൾ ഞാൻ അമൃത് കിട്ടിയ പോലെയായിരുന്നു. 30 പേജ് വായിച്ചപ്പോൾ മനസ്സിലായി അത്ര പോരായും. ഏതായാലും ശരി, ഓരോ ദിവസവും ഓരോ വിഷയമാണല്ലോ ഞാൻ പറഞ്ഞത്. ഇന്ന് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു എന്ന് മാത്രം. എല്ലാവർക്കും നമസ്കാരം.